Welcome to BSc in Physics, Semester 5, Paper 3 Electronics, Chapter Unit Modulation continuing. Today 53rd class, Frequency Modulation. Today in this class we discuss frequency modulation in electronics paper. FM. AM we have studied and now we have to study FM. Only a brief portion from FM, not all details. What is frequency modulation? What is frequency modulation? എന്താണ് ഈ frequency modulation എന്ന് പറഞ്ഞാൽ? It is a process by which the frequency of a carrier wave is changed in proportion to the instantaneous amplitude of AM signal. In this process, the amplitude of carrier wave is not disturbed and it remains constant. അതായത് ഈ AM സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് അനുസരിച്ചിട്ട് കാരിയർ വേവിൻ്റെ ഫ്രീക്വൻസി മാറ്റുന്ന രീതി, ഫ്രീക്വൻസി ഓൾട്ടർ ചെയ്യുന്ന രീതി, അതിനെയാണ് ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറയുന്നത്. എമ്മിലാണെങ്കിൽ കാരിയർ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മാറ്റും, ഇവിടെ കാരിയർ വേവിൻ്റെ ഫ്രീക്വൻസി മാറ്റും. അപ്പോൾ എഫ് സിഗ്നലിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് ആംപ്ലിറ്റ്യൂഡ്, ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ വെച്ചിട്ട് നമ്മൾ ആർ എഫിൻ്റെ ഫ്രീക്വൻസി മാറ്റുന്നതിനാണ് ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ദ ഫ്രീക്വൻസി ഓഫ് എ കാരിയർ വേവ്, ആർ എഫ് വേവ്, ഈസ് ചേഞ്ച്ഡ് in proportion to the instantaneous amplitude of a signal. In this process, the amplitude of carrier wave is not disturbed and it remains constant. Read it again. You look here, it is the process, FM, frequency modulation, is the process by which the frequency of a carrier wave is changed in proportion to the instantaneous amplitude of a signal. In this process, the amplitude of carrier wave is not disturbed and it remains constant. ഇപ്പോൾ ഇവിടെയും ഒരു മോഡുലേഷൻ ഇൻഡെക്സ് ഉണ്ട്. നമ്മൾ എമ്മിൽ പഠിച്ചതുപോലെ ഇവിടെയും ഒരു മോഡുലേഷൻ ഇൻഡെക്സ് ഉണ്ട്. ഹിയർ ഓൾസോ വി സി എ മോഡുലേഷൻ ഇൻഡെക്സ് ദാറ്റ് വി റൈറ്റ് എസ് MF. F is suffix. Modulation index MF. It is defined as the ratio of frequency deviation to the frequency of audio signal. അപ്പോൾ കാരിയറിൻ്റെ ഫ്രീക്വൻസി എത്ര കണ്ട് മാറും, അതിനെ ഓഡിയോ ഫ്രീക്വൻസി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ടേമിനെ വിളിക്കുന്ന പേരാണ് മോഡുലേഷൻ ഇൻഡെക്സ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ഫ്രീക്വൻസി ഡീവിയേഷൻ ടു ദി frequency of audio signal, that is MF is equal to delta F by FM. ആ FM എന്നുള്ളത് താഴെ എഴുതുമ്പോഴേ എഫ് സ്മോളമാണ് കേട്ടോ, എഫ് സ്മോളം സഫിക്സ് എം സഫിക്സ് ആണ്. അപ്പോൾ രണ്ട് സിമ്പിൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, MF ഉപയോഗിക്കുന്നുണ്ട്, FM ഉപയോഗിക്കുന്നുണ്ട്. MF എഫ് സഫിക്സ്, FM എം സഫിക്സ്. MF എന്ന് പറഞ്ഞാൽ മോഡുലേഷൻ ഇൻഡെക്സ്, FM എന്ന് പറഞ്ഞാൽ ഓഡിയോ ഫ്രീക്വൻസിയാണ്. FM നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് സിമ്പിൾ മാറിപ്പോരുത്. The modulation index of FM is defined as MF is equal to delta F by FM, M suffix, where delta F is the change in carrier frequency and FM is the audio frequency. ഇനി ഇതിനും ഒരു ഓൾട്ടർ ഇക്വേഷൻ ഉണ്ട്. ഇപ്പോൾ ഡെറിവേഷൻ ഒന്നും ഒരു പറഞ്ഞിട്ടില്ല, ഒരു ബേസിക് ഐഡിയ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഗ്രാഫും ഇക്വേഷനും മാത്രം പഠിച്ചാൽ മതി. നോ ഡെറിവേഷൻ ഇൻ ഡെറ്റ്. അതായത് എമ്മിലെ പോലെ ഡെറിവേഷൻ്റെ ആവശ്യമില്ല, ഇക്വേഷൻ മാത്രം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇതാണ് ഈ FM വേവിൻ്റെ, ഫ്രീക്വൻസി മോഡുലേറ്റഡ് വേവിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. ഫസ്റ്റ് ഫിഗർ കാണിക്കുന്നത് നമ്മുടെ പതിവ് ഓഡിയോ വേവാണ്, ഓഡിയോ സിഗ്നലാണ്. രണ്ടാമത്തെ പടം കാരിയറാണ്. മൂന്നാമത്തെ പടമാണ് ഫ്രീക്വൻസി മോഡുലേറ്റഡ് വേവ്. അപ്പോൾ ഒന്നാമത്തെ പടത്തിൽ എഫിൽ EM ആണ് ആ ഇൻസ്റ്റൻറ്റേനിയസ് എഫ് വാല്യൂ Y ആക്സിസ്, ടൈം X ആക്സിൽ നമുക്കൊരു പ്യുവർ സൈൻ വേവ് ആണ് നമ്മൾ എഴുതുന്നത്. അവിടെ ഫ്രീക്വൻസി കുറവ് ഫ്രീക്വൻസിയാണ്, എ സിഗ്നൽ ഫ്രീക്വൻസി കുറവാണ്. നേരെ മറിച്ച് രണ്ടാമത്തെ പടത്തിൽ ആണ് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ കാരിയർ, ഫ്രീക്വൻസി കൂടുതലാണ്. അതാണ് അടുപ്പിച്ചടുപ്പിച്ച് വരച്ചിരിക്കുന്നത്. ടൈം നമ്മൾ X ആക്സിൽ എടുത്തു കഴിഞ്ഞാൽ ഇതിന് RF സിഗ്നൽ കാരിയർ എന്ന് പറയും. അപ്പോൾ ഇതിനെ പുറത്തേക്ക് കൊടുക്കുക, സൂപ്പർപോസ് ചെയ്യിപ്പിക്കുകയാണ്. സൂപ്പർപോസ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി മാറ്റി ചെയ്യുകയാണ്. ആ കാരിയറിൻ്റെ ഫ്രീക്വൻസി മാറ്റും. അപ്പോൾ ഈ ഹൈറ്റിന് വ്യത്യാസമില്ല, താഴെ മുകളിലോട്ടുള്ള ഹൈറ്റിന്, കാരിയറിൻ്റെ ഹൈറ്റിന് വ്യത്യാസമില്ല. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആണെങ്കിൽ ഹൈറ്റ് വ്യത്യാസമുണ്ട്. നമ്മൾ ഓരോ ഓഡിയോ വേവ് എടുത്ത് താഴെ മുകളിലോട്ട് വെക്കുകയാണ്, സൈഡ് ബാൻഡ് കൊടുക്കുകയാണ്. ഇവിടെ സൈഡ് ബാൻഡായിട്ട് വരുന്നതിന് അകത്ത് തന്നെയാണ് വരുന്നത്.
ആ ഫ്രീക്വൻസിയാണ് മാറ്റണം. ഫ്രീക്വൻസി മാറ്റണം. അതുകൊണ്ട് നമ്മൾ കാരിയർ പറക്കുമ്പോൾ അടുപ്പിച്ചും അകത്തിയും പറക്കണം. ഹൈറ്റ് താഴോട്ടും മുകളിലോട്ടുള്ള ഡീവിയേഷൻ വ്യത്യാസമില്ല. അപ്പോൾ ഈ കാരിയർ ഇങ്ങനെ പിന്നെ അടുത്തും അകന്നും വരുന്നതായിട്ട് വരയ്ക്കണം. അതാണ് റെപ്രസെൻറ്റേഷൻ. ഇൻ എഫ് എം ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് കാരിയർ റിമൈൻസ് കോൺസ്റ്റൻറ്റ്. എഫ് എമ്മിൽ കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മാറ്റമില്ല. ദ എ എഫ് സിഗ്നൽ ഫ്രീക്വൻസി ഈസ് റെപ്രസെൻറ്റഡ് ആസ് AF signal is represented as AF voltage represented as EM is equal to EM cos omega MT. ഇക്വേഷൻ നമ്പർ 1. ഇത് തന്നെയാണ് നമ്മൾ AM-ലും ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിലും പഠിച്ചത്. കാരിയറിന് അതുപോലെ തന്നെ ഇക്വേഷൻ പഠിച്ചത്. ദ കാരിയർ ഈസ് റെപ്രസെൻറ്റഡ് ആസ് സ്മോൾ ഈസ് EC cos omega CT. ഇക്വേഷൻ നമ്പർ 2. Then it can be shown that നമ്മൾ പ്രൂഫ് പറയുന്നില്ല, ഇക്വേഷൻ മാത്രം പറയുകയാണ്. ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. Then it can be shown that voltage equation for FM wave is E is equal to EC sin omega CT plus MF sin omega MT. അതാണ് ഇക്വേഷൻ. It can be shown that voltage equation for FM wave is E is EC sin omega CT. ഇപ്പോൾ സൈൻ പുറത്താണ്, ബ്രാക്കറ്റിനകത്താണ് ഒമേഗ CT പ്ലസ് MF sin omega MT വരുന്നത്. അത്രയും ബ്രാക്കറ്റിനകത്താണ്. EC സൈൻ പുറത്ത്, ബ്രാക്കറ്റിന് പുറത്ത്. അതാണ് ഇക്വേഷൻ. ഇവിടെ അറിയാമല്ലോ, EC ഈസ് ദ കാരിയർ ആംപ്ലിറ്റ്യൂഡ്, ഒമേഗ C ഈസ് കാരിയർ ഫ്രീക്വൻസി, MF ഈസ് മോഡുലേഷൻ ഇൻഡെക്സ്, ഒമേഗ M ഈസ് AF ആംഗുലാർ ഫ്രീക്വൻസി. അപ്പോൾ അതിന് ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ ഫ്രീക്വൻസി മോഡുലേഷൻ ഒബ്റ്റൈൻ? ഇറ്റ്സ് വോൾട്ടേജ് ഇക്വേഷൻ. ഓ റൈറ്റ്, സിംപ്ലി റൈറ്റ് ഇസ് വോൾട്ടേജ് ഇക്വേഷൻ ആൻഡ് മോഡുലേഷൻ ഇൻഡെക്സ്. അങ്ങനെ ഒരു ഷോർട്ട് ആൻസറായിട്ട് ചോദിക്കുകയുള്ളൂ. ഇനിയാണ് അഡ്വാൻറ്റേജസ് ഓഫ് FM. നമ്മൾ നേരത്തെ എയിമിൻ്റെ ഡിസഡ്വാൻറ്റേജ് പഠിച്ചില്ലേ? അതൊക്കെ FM-ൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് മാറും. എങ്ങനെയാണെന്ന് നോക്കൂ. അഡ്വാൻറ്റേജസ് ഓഫ് FM, വാട്ട് ആർ ദേ? ദി FM റിസപ്ഷൻ ഈസ് ഫ്രീ ഫ്രം നോയ്സ് ആൻഡ് ഇൻ്റർഫറൻസ്. FM-ൽ നോയ്സ് ഇല്ല, ഇൻ്റർഫറൻസ് ഇല്ല. എയിമിൽ ഉണ്ടെന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അത് പ്രത്യേകം ഓർക്കണം. അപ്പോൾ അവിടെ എഴുതുന്നത് നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ പറയുന്നത്. ഇത് FM റിസപ്ഷൻ ഈസ് ഫ്രീ ഫ്രം നോയ്സ് and there is no interference. Number 2, operating range is large. AM-ൽ കുറവാണ്, ഇവിടെ കൂടുതലാണ്. Operating range is large since the efficiency is high. Number 3, high fidelity reception. ഫിഡിലിറ്റി കൂടുതലാണ്, അതായത് സൗണ്ട് ഒക്കെ നമ്മൾ അയക്കുകയാണെങ്കിൽ അതേ ക്വാളിറ്റിയിൽ നമുക്ക് റിസീവ് ചെയ്യാം. ഹൈ ഫിഡിലിറ്റി സൗണ്ട്, ദിസ് മീൻസ് ഫെയ്ത്ത്ഫുൾ റീപ്രൊഡക്ഷൻ ഓഫ് ദി മെസ്സേജിൻ്റെ അതേ തരത്തിലുള്ള ഒരു റീപ്രൊഡക്ഷൻ സാധിക്കും. ഇപ്പോൾ യേശുദാസിൻ്റെ പാട്ടാണെങ്കിൽ യേശുദാസിൻ്റെ പാട്ടായിട്ട് തന്നെ നമുക്ക് തോന്നും, മാറ്റം ഉണ്ടാകത്തില്ല. അതാണ് FM-ൻ്റെ പ്രത്യേകത. പക്ഷേ AM-ലാണെങ്കിൽ സൗണ്ട് ചെറുതായിട്ട് മാറാം. അടുത്ത നമ്പർ 4, എ ലാർജ് നമ്പർ ഓഫ് ബ്രോഡ്കാസ്റ്റ് സ്റ്റേഷൻസ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ FM. FM-ൽ നമുക്ക് ഒരുപാട് സ്റ്റേഷൻസ്, റേഡിയോ നിലയങ്ങൾ ഉൾക്കൊള്ളിക്കാൻ പറ്റും. എ ലാർജ് നമ്പർ ഓഫ് ബ്രോഡ്കാസ്റ്റ് സ്റ്റേഷൻസ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ FM. നമ്പർ 5, ദ അഡ്ജസൻറ്റ് ചാനൽ സെലക്ടിവിറ്റി ഈസ് ഗ്രേറ്റർ. ഈ ചാനൽ സെലക്ടിവിറ്റി, നമുക്ക് ചാനൽ തൊട്ടടുത്ത ചാനലുകൾ സെലക്ട് ചെയ്യാനുള്ള അതിൻ്റെ കഴിവ് കൂടുതലാണ്. ചാനൽ സെലക്ടിവിറ്റി ഈസ് ഗ്രേറ്റർ. AM-നേക്കാൾ നമുക്ക് വളരെ നന്നായിട്ട് ചാനലുകൾ സെലക്ട് ചെയ്യാൻ പറ്റും FM-ൽ. അപ്പോൾ ക്വസ്റ്റിന് കമ്പയർ AM ആൻഡ് FM എന്ന് ചോദിച്ചാൽ ഇതെല്ലാം എഴുതിയിട്ട് നേരെ ഓപ്പോസിറ്റായിട്ട് AM-ൽ എഴുതിയാൽ മതി. അത്രയേ ഉള്ളൂ. എബവ് ആൻസർ വിത്ത് നെഗറ്റീവ് പോയിൻറ്റ്സ് ടു AM. നെഗറ്റീവ് പോയിൻറ്റ്സ് ടു AM. AM-ന് നേരെ ഓപ്പോസിറ്റ് പോയിൻ്റ് എഴുതിയാൽ മതി. ഇനി നമുക്ക് ഈ FM-ൻ്റെ പ്രോബ്ലമാണ് പഠിക്കേണ്ടത്. FM-ൻ്റെ ഫ്രീക്വൻസി മോഡുലേഷൻ പ്രോബ്ലംസ് ആണ്. ഫൈൻഡ് ദി മോഡുലേഷൻ ഇൻഡെക്സ്. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി മോഡുലേഷൻ ഇൻഡെക്സ് ഓഫ് ആൻ FM carrier having carrier frequency carrier swing എന്നാണ് കേട്ടോ. ഒരു പുതിയ ടൈമാണ് കാരിയർ സ്വിങ്. SWING കാരിയർ സ്വിങ് SWING കാരിയർ സ്വിങ് ഓഫ് 140 kHz ആൻഡ് എ മോഡുലേറ്റിംഗ് സിഗ്നൽ ഓഫ് 10 kHz. അപ്പോൾ കാരിയർ സ്വിങ് എന്ന് പറയുന്ന ഒരു പുതിയ ടൈം വരികയാണ്.
എന്താണ് ക്യാരക്ടറിസ്റ്റിക് CS? അത് ഞാൻ സൈഡിൽ റൈറ്റ് സൈഡ് എഴുതിയിട്ടുണ്ട്. ഇറ്റ് ഈസ് ടോയ്സ് ദി ഫ്രീക്വൻസി ഡീവിയേഷൻ. ഡെൽറ്റ എഫിൻ്റെ ഡബിൾ ആണ് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ. ടോയ്സ് ദി ഫ്രീക്വൻസി ഡീവിയേഷൻ ഈസ് കോൾഡ് ക്യാരക്ടറിസ്റ്റിക്. റിമെമ്പർ, അത് ഇവിടെ ഓർത്തിരിക്കണം. Given characteristic is 140, it is 140. 140 is 2 in delta F. You write as 140 equal to 2 in delta F. Therefore, delta F is 70. So, modulation index M or MF is equal to delta F by FM. Delta F by FM. M in MF എന്ന് കൊടുക്കാൻ കേട്ടോ. M in MF. That is 70 by 10. 7. അപ്പോൾ ഇവിടെ മോളേഷൻ ഇൻഡെക്സ് 7 എന്ന് വരും. സാധാരണ കേസിൽ AM-ലാണെങ്കിൽ എപ്പോഴും മോളേഷൻ ഇൻഡെക്സ് 1 കുറവാണ്. ഇൻ AM we can see that മോളേഷൻ ഇൻഡെക്സ് is always less than 1. But here it may be greater than 1. Here we get it as 7. Molecular index for FM here is 7. A large value. Next problem. A 107.6 MHz. This is a repeated problem. A 107.6 MHz carrier wave is frequency modulated by 7 kHz sine wave. The resultant FM signal has a frequency deviation of 50 kHz. Find one characteristic of the FM signal. 2 highest and lowest frequency obtained by the modulated signal, and C molecular index of the FM wave. Molecular index of the FM wave. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. എല്ലാ കാര്യങ്ങളും നോക്കിയേ. A 107.6 MHz carrier wave is frequency modulated by 7 kHz sine wave. The resultant FM signal has a frequency deviation of 50 kHz. Find one characteristic of the FM signal. To highest and lowest frequency obtained by the modulated signal, and 3 modulation index of the FM wave. You look here, at the first we see what is carrier swing. Carrier swing CS, we have mentioned it. CS is 2 delta F, where delta F is the frequency deviation. Given frequency deviation, delta F is 50 kHz. Therefore, CS is 2 into 50, that is 100 kHz. That is the carrier swing in this case. Then highest frequency F max is FC plus delta F. That is 107.6 kHz. That is 10⁻³ plus 50 kHz. So we get KHz ആക്കണം. 2 KHz പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 107650 KHz. അത് മെഗാഹെർട്സ് ആക്കുമ്പോൾ ഒരു 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ബൈ 1000 വി ഗെറ്റ് 107.65 MHz. Then comes the lowest frequency. Lowest frequency F minimum. F minimum is FC minus delta F. 107.6 minus 0.05, which is equal to 107.55 megahertz. There is modulation index MF is delta F by FM, 50 by 7 kHz. That is 7.143 answer. That is all with your 53rd lecture on electronics. We continue the portion in the next class. Thank you.